ഭക്തിസാന്ദ്രത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ലളിതാ സഹസ്രനാമത്തിലെ 346 മുതൽ 352 വരെയുള്ള നാമങ്ങളുടെ അർത്ഥമാണ് പറയാൻ പോകുന്നത്. ഈ നാമങ്ങൾ ദേവിയുടെ മഹത്വം മാത്രമല്ല പറയുന്നത്, ഒരു ഭക്തൻ്റെ ആത്മീയ വളർച്ചയുടെ വഴിയും സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ദേവി വിജയം നൽകുന്ന ശക്തിയിൽ നിന്ന് ശുദ്ധിയിലേക്കും, ശുദ്ധിയിൽ നിന്ന് ഭക്തിയിലേക്കും, ഭക്തിയിൽ നിന്ന് ജ്ഞാനത്തിലേക്കും, ഒടുവിൽ ജ്ഞാനത്തിൻ്റെ അഗ്നിയിലേക്കും നമ്മെ നയിക്കുന്നു എന്നതാണ്. ഇതിൻ്റെ ആഴത്തിലുള്ള അർത്ഥം അറിയാൻ വീഡിയോ മുഴുവനായും കാണണം. 346 നാമം വിജയ. എപ്പോഴും വിജയം നൽകുന്നവൾ. ദേവിയുടെ വിജയം വെറും പുറം ലോകത്തിലെ വിജയമല്ല, നമ്മുടെ ഉള്ളിലെ ഭയം, അജ്ഞാനം, അഹങ്കാരം, ദുർബലത എന്നിവയെ ജയിക്കുന്നതാണ് യഥാർത്ഥ വിജയം. അതിനാൽ വിജയ എന്ന നാമം ജപിക്കുമ്പോൾ എൻ്റെ ഉള്ളിലെ ദോഷങ്ങളെ ജയിക്കാനുള്ള ശക്തി എനിക്ക് തരണേ അമ്മേ എന്ന് പ്രാർത്ഥിക്കണം എന്നർത്ഥം ആണ് ഇവിടെ വരുന്നത്. ഇനി 347 നാമം വിമല. വിമല എന്നതിന് മലിനത ഇല്ലാത്തവൾ, നിർമ്മലയായവൾ എന്നതാണ് അർത്ഥം വരുന്നത്. ദേവിയുടെ ചൈതന്യം യാതൊരു ദോഷവും സ്പർശിക്കാത്ത നിർമ്മലമായ പരമശക്തിയാണ്. നമ്മുടെ മനസ്സിൽ പലപ്പോഴും കോപം, അസൂയ, ഭയം, അഹങ്കാരം തുടങ്ങിയ വികാരങ്ങൾ ഉയരും. അവയെ ശുദ്ധീകരിച്ച് മനസ്സിനെ നിർമ്മലമാക്കുന്ന ശക്തിയെയാണ് ഈ നാമം ഓർമ്മിപ്പിക്കുന്നത്. നിർമ്മലമായ മനസ്സിലാണ് ദൈവീക ബോധം കൂടുതൽ വ്യക്തമായി പ്രതിഫലിക്കുന്നത് എന്നർത്ഥം. ഇനി 348 നാമം വന്ധ്യ. എല്ലാവരാലും വന്ദിക്കപ്പെടേണ്ടവൾ. ദേവി സർവശക്തിയുടെ ആധാരമായതിനാൽ ദേവന്മാരും ഋഷിമാരും ഭക്തരും അമ്മയെ ആരാധിക്കുന്നു. ഇവിടെ വന്ദനം എന്നത് വെറും കൈകൂപ്പുന്നതല്ല, സ്വന്തം അഹങ്കാരത്തെ താഴ്ത്തി പരമശക്തിയുടെ മുമ്പിൽ സമർപ്പിക്കുക എന്ന ആന്തരിക അർത്ഥമാണ് എടുക്കേണ്ടത്. ഇനി 349 നാമം വന്ദാരുജനവത്സല. തന്നെ വണങ്ങുന്ന ഭക്തരോട് സ്നേഹമുള്ളവൾ. ഭക്തൻ എത്ര വലിയവനായിരിക്കണം എന്നതല്ല ദേവി നോക്കുന്നത്, ഹൃദയത്തിലെ സത്യസന്ധതയും ഭക്തിയുമാണ് പ്രധാനമെന്ന് ഈ നാമം സൂചിപ്പിക്കുന്നു. അമ്മയുടെ കരുണയ്ക്ക് അർഹത നേടാൻ വലിയ സമ്പത്തോ സ്ഥാനമോ ആവശ്യമില്ല, നിഷ്കളങ്കമായ ഭക്തി മാത്രം മതി. ഇനി 350 നാമം വാഗ്വാദിനി. വാക്കിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ശക്തിയായി പ്രവർത്തിക്കുന്നവൾ. നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കിനും പിന്നിൽ ചൈതന്യ ശക്തിയുണ്ട്. സംസാരിക്കാനുള്ള കഴിവും ശരിയായ വാക്ക് തിരഞ്ഞെടുക്കാനുള്ള വിവേകവും ദേവിയുടെ അനുഗ്രഹമായി കാണുന്നു. അതുകൊണ്ട് വാക്കുകൾ ഉപയോഗിക്കുന്നത് മാത്രമല്ല, ശരിയായ വാക്കുകൾ ഉപയോഗിക്കാനും പഠിക്കണം. ഇനി 351 നാമം വാമകേശി. വാമ എന്നത് മനോഹരം, ഇടത് ഭാഗം തുടങ്ങിയ അർത്ഥങ്ങളുണ്ട്. കേശി കേശങ്ങളുടെ വിശേഷണം. ദേവിയുടെ അത്ഭുതമായ സൗന്ദര്യത്തെയും ശക്തിയെയും സൂചിപ്പിക്കുന്ന നാമമായി ഈ നാമത്തെ കാണാം. ശാക്ത പരമ്പരയിൽ ദേവിയുടെ ഓരോ അംഗവും തന്നെ ഒരു തത്വത്തിൻ്റെ പ്രതീകമാണ്. അതിനാൽ ഇത് വെറും ബാഹ്യ സൗന്ദര്യത്തിൻ്റെ വിവരണം മാത്രമല്ല, ദേവിയുടെ ദിവ്യ ശക്തിയുടെ സൗന്ദര്യം കൂടിയാണ് എന്നർത്ഥം. ഇനി 352 നാമം വഹ്നിമണ്ഡലവാസിനി. അഗ്നിമണ്ഡലത്തിൽ വസിക്കുന്നവൾ. വഹ്നി അഗ്നി. അഗ്നി പ്രകാശത്തിൻ്റെയും ശുദ്ധീകരണത്തിൻ്റെയും പ്രതീകമാണ്.
യജ്ഞത്തിൽ അഗ്നി ദൈവിക ശക്തിയിലേക്ക് സമർപ്പണം എത്തിക്കുന്ന മാധ്യമമായും കണക്കാക്കപ്പെടുന്നു. അതുകൊണ്ട് വഹ്നിമണ്ഡലവാസിനി ആയ ദേവി അജ്ഞാനത്തിൻ്റെ ഇരുട്ട് നീക്കി ജ്ഞാനത്തിൻ്റെ പ്രകാശം നൽകുന്ന ശക്തി എന്നതാണ് ഇവിടെ പറയുന്നത്. എല്ലാവർക്കും നല്ലത് വരട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓം ശിവശക്തിക്ക് സ്വരൂപിണ്യൈ നമഃ.